ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് ദേശീയ ജനറൽ സെക്രട്ടറി പി.കെ. കുഞ്ഞാലിക്കുട്ടി സാഹിബാണ് ഇന്ന് ഗൾഫ് ചന്ദ്രികയ്ക്കൊപ്പം അതിഥിയായി എത്തുന്നത്. 90 വർഷത്തെ പാരമ്പര്യമുള്ള ചന്ദ്രിക ദിനപത്രം ഗൾഫ് ലോകത്ത് ഡിജിറ്റൽ രൂപത്തിലേക്ക് എത്തുകയാണ്. അതിൽ ആദ്യത്തെ അതിഥിയാണ് കുഞ്ഞാലിക്കുട്ടി സാഹിബ്. സ്വാഗതം. നന്ദി. ഈ ഒരു ഡിജിറ്റൽ മാറ്റത്തെക്കുറിച്ച് സാറിന് എന്താണ് പറയാനുള്ളത്? അത് കാലത്തിൻ്റെ ആവശ്യമാണ്. ഈ കാലഘട്ടം എന്ന് പറയുന്നത് ഡിജിറ്റൽ യുഗമാണല്ലോ. അപ്പോൾ ആദ്യത്തെ ഫോമിൽ മാത്രം ഇരുന്നാൽ പോരാ. ഇപ്പോഴത്തെ അവസ്ഥക്കനുസരിച്ച്, കാലഘട്ടത്തിനനുസരിച്ച് നമ്മൾ മാറണം. അതുകൊണ്ട് തീർച്ചയായും വേണ്ടത് തന്നെയാണ്. ഇത്രയും വലിയ പാരമ്പര്യവും ഇത്രയും വലിയ അനുഭവ സമ്പത്തും ഉള്ള ഒരു പത്രം ഡിജിറ്റൽ മോഡിലേക്ക് മാറുമ്പോൾ അതിൻ്റേതായ ഒരു ശക്തി ഉണ്ടാവും. തീർച്ചയായിട്ടും വിജയിക്കും. ജൂൺ 4-ന് ദേശീയ രാഷ്ട്രീയത്തിൽ തന്നെ വിധി എഴുതുന്ന ഒരു സമയമാണ്. എന്താണ് ഈ ഒരു ഇന്ത്യ സഖ്യത്തിൻ്റെ സാധ്യത എന്ന് പറയുന്നത്? ഇന്ത്യ സഖ്യത്തിന് നല്ല സാധ്യത ഉണ്ട് എന്നാണ് തെരഞ്ഞെടുപ്പ് രംഗം നിരീക്ഷിക്കുന്ന ആർക്കും തന്നെ ഇപ്പോൾ ബോധ്യമാവുക. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ ഏറ്റവും വലിയ സംസ്ഥാനമായ യു.പിയിൽ, അതുപോലെ മഹാരാഷ്ട്രയിൽ, ബീഹാറിൽ ഒക്കെ ഒരു ആൻറ്റി BJP വേവ് രൂപപ്പെട്ടിട്ടുണ്ട്. ആദ്യമൊക്കെ BJP ധരിച്ചിരുന്നത് ക്ഷേത്ര ഇഷ്യൂവും അതുപോലെ തന്നെ മറ്റു കുറേ കമ്മ്യൂണൽ ഇഷ്യൂ ഒക്കെ കൊണ്ടുവന്ന് ഈസി ആയിട്ട് അങ്ങോട്ട് കടന്നു പോകാമെന്നാണ്. പക്ഷേ ജനകീയ പ്രശ്നങ്ങളും അതുപോലെ തന്നെ ഒരു കേജ്രിവാളിൻ്റെ അറസ്റ്റ് പോലെയുള്ള, അതുപോലെ തന്നെ ജാർഖണ്ഡ് മുഖ്യമന്ത്രിയുടെ അറസ്റ്റ് പോലെയുള്ള നടപടികളൊക്കെ വന്നപ്പോൾ അവർക്ക് ആദ്യം ഉണ്ടായിരുന്ന അവർ ഞെക്കിപ്പഴിപ്പിച്ച് കൊണ്ടുവന്നിരുന്ന ഇഷ്യൂസൊക്കെ കൈമോശം വന്ന സ്ഥിതിയാണിപ്പോൾ. അപ്പോൾ അതൊന്നുമില്ല. ജനങ്ങളുടെ മുമ്പിൽ ജനകീയ പ്രശ്നങ്ങളും അതാണ് ശ്രീ രാഹുൽ ഗാന്ധിയും അതുപോലെ തന്നെ അഖിലേഷ് യാദവും ബാക്കിയുള്ള ഇന്ത്യ മുന്നണി നേതാക്കളും ഒക്കെ ഉയർത്തിപ്പിടിക്കുന്നത്. അപ്പോൾ അതിന് പ്രാമുഖ്യം വന്നു. ഓരോ സംസ്ഥാനത്തു നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ അവിടെയൊക്കെ ഒരു ആൻറ്റി BJP വേവ് രൂപപ്പെട്ട് വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് കരുതിയ പോലെയല്ല, ഇന്ത്യ സഖ്യം അധികാരത്തിൽ വരും എന്നുള്ള നിലയിലാണ് ഇപ്പോൾ ഏറ്റവും ഒടുക്കമായി പറയപ്പെടുന്നത്. ഈ തെരഞ്ഞെടുപ്പ് അവസാന ഘട്ടത്തിലേക്കൊക്കെ എത്തി നിൽക്കുമ്പോൾ പൂർണ്ണമായും വർഗീയ രീതിയിലുള്ള പ്രചരണങ്ങളൊക്കെയാണ് BJPയുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. അതൊരു പരാജയ ഭീതിയിൽ നിന്നുണ്ടാകുന്നതോ? എങ്ങനെയാണ് അത് വിലയിരുത്തുന്നത്? അല്ല, അത് ആണല്ലോ ഒരു വിഭ്രാന്തി പിടിച്ച അവസ്ഥയിൽ മനുഷ്യൻ പറയുന്നതാണ് ഇപ്പോൾ അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം സാധാരണഗതിയിൽ ഒരു മതേതര രാജ്യത്ത് ആരും തന്നെ പറയാൻ മടിക്കുന്ന നല്ല കട്ട വർഗീയത പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അത് ജനങ്ങൾ അപ്രീഷിയേറ്റ് ചെയ്യുന്നില്ല. ജനങ്ങൾക്ക് തന്നെ ഇത് ഒരുതരം അറപ്പും വെറുപ്പും ഉണ്ടാക്കുന്ന തരത്തിൽപ്പെട്ടതാണ് എന്ന് മനസ്സിലാക്കാനുള്ള ഒരു സാമാന്യ ബുദ്ധി പോലും കൈമോശം വന്ന പോലെയാണ് അവർ സംസാരിച്ചു കൊണ്ടിരുന്നത്. പിന്നെയും പറയും. ഇടയ്ക്ക് ഞങ്ങളങ്ങനൊന്നും പറയുന്നില്ല എന്ന് പറയും, പിറ്റേന്ന് പിന്നെയും പറയും. അപ്പോൾ പറയല്ലാതെ നിർവാഹമില്ല. എന്തെങ്കിലും ഒരു രക്ഷ ഇനി കിട്ടണം എന്നുണ്ടെങ്കിൽ വർഗീയത ഇളക്കി വിടുക നിർവാഹമുള്ളൂ എന്ന ഒരു വിഭ്രാന്തിയിൽ അവരെത്തിപ്പെട്ടതുപോലെയാണ് ഇതിനെക്കുറിച്ച് എല്ലാവരും നിരീക്ഷിച്ചിരിക്കുന്നത്. അതുകൊണ്ട് അതിനൊരു തെളിവാണ്. തോൽവി വയക്കുന്നുണ്ട്, അവർക്കൊരു തോൽവി മണക്കുന്നുണ്ട് എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവായിട്ടാണ് അത് പറയപ്പെടുന്നത്. തീർച്ചയായിട്ടും. ഒരു പക്ഷേ BJP വീണ്ടും രാജ്യത്ത് വന്നു കഴിഞ്ഞാൽ അത് രാജ്യത്തിൻ്റെ സാമൂഹിക രാഷ്ട്രീയ അവസ്ഥയെ എങ്ങനെ ബാധിക്കും? അല്ല, അതൊരു വലിയ ഡിസാസ്റ്റർ ആയിരിക്കും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പം തന്നെ ഇന്ത്യൻ ജനാധിപത്യം കാണാത്ത തരത്തിൽപ്പെട്ട പല നടപടികളും കണ്ടുകൊണ്ടിരിക്കുകയാണ്. മുഖ്യമന്ത്രിമാരെ പിടിച്ച് ജയിലിലാക്കുന്നു. അതുപോലെ തന്നെ യാതൊരു ചോദ്യം ചെയ്യലും അവർ സഹിക്കുന്നില്ല. പിന്നെ രാജ്യത്ത് ജനങ്ങളെ വിഭജിക്കുന്നു. ബ്രിട്ടീഷുകാരാണ് മുമ്പ് അങ്ങനെ ചെയ്തിരുന്നത്. ഭരിക്കുന്ന കക്ഷി ചെയ്യുക. അപ്പോൾ അങ്ങനത്തെ ഒരു ശക്തി വീണ്ടും അധികാരത്തിൽ വന്നാൽ അവർക്ക് അഹങ്കാരവും അതുപോലെ തന്നെ അപ്രമാദിത്വമൊക്കെ കൂടും. വല്ലാത്ത ദുരവസ്ഥയായിരിക്കും. അത് സംഭവിക്കില്ല എന്ന് നമുക്ക് കരുതാം. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി വിജയിച്ചാൽ വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടാകും എന്നുള്ള ഒരു ആരോപണവും വിമർശനമൊക്കെ വരുന്നുണ്ട്. അതിനെ എങ്ങനെയാണ് വിലയിരുത്തുന്നത്? അല്ല, അത് ഇന്ത്യൻ രാഷ്ട്രീയം കാണാത്ത സംഗതിയൊന്നും അല്ലല്ലോ. പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദി തന്നെ 2 സീറ്റിൽ മത്സരിച്ച് ജയിക്കുകയും 1 സീറ്റിൽ പിന്നെ തെരഞ്ഞെടുപ്പ് വരികയൊക്കെ ചെയ്തിട്ടില്ലേ? അതുപോലെ ആരെല്ലാം മത്സരിച്ചിരിക്കുന്നു.
അതൊരു സാധാരണ സംഭവം മാത്രമാണ്. രാഹുൽ ഗാന്ധി വിജയിക്കുകയും ചെയ്യും. വയനാട്ടിൽ പിന്നെ വയനാട് നിലനിർത്താൻ തീരുമാനിക്കുകയോ റായ്ബറേലി നിലനിർത്താൻ തീരുമാനിക്കുകയോ ചെയ്യുന്നതിനനുസരിച്ച് ഏതെങ്കിലും ഒരു മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പ് വരികയും ചെയ്യും. അത് ഇന്ത്യൻ രാഷ്ട്രീയം പലപ്പോഴും കണ്ടുകൊണ്ടിരിക്കുന്ന കാര്യം തന്നെ. അതിലൊരു പുതുമയൊന്നുമില്ല. സ്ഥാനാർത്ഥിയെ തീരുമാനിക്കും, വയനാട് നല്ല ആഘോഷപൂർവ്വം ജയിക്കുകയും ചെയ്യും. അതല്ലാതെ വേറെ ഒന്നും സംഭവിക്കാൻ പാടില്ല. വയനാടാണെങ്കിൽ റായ്ബറേലിയാണെങ്കിൽ റായ്ബറേലിയിലും ജയിക്കും. വയനാട്ടിൽ ഉപതെരഞ്ഞെടുപ്പ് ഉണ്ടായേക്കാം എന്നുള്ള ഒരു വിമർശനം പൊതുവെ CPM-ൻ്റെ ഒക്കെ ഭാഗത്ത്. അതാണ് തോൽവിയുടെ മറ്റൊരു ഉദാഹരണമാണ്. അത് BJPക്ക് ഒരു തോൽവി മണക്കുന്നുണ്ടെന്നുള്ളതിൻ്റെ വേറെ ഇതല്ലേ. റായ്ബറേലിയിൽ ജയിക്കും എന്ന് അവർ തന്നെ പറയാതെ പറയണല്ലോ. റായ്ബറേലിയിൽ രാഹുൽ ഗാന്ധി ജയിക്കും എന്ന് അവർ തന്നെ സമ്മതിക്കുന്നതാണ് ആ ആരോപണം. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ മുന്നണിക്ക് മുൻതൂക്കമുണ്ട് എന്ന് അവർ പറയാതെ പറയുകയാണ്. ബാക്കി ഉപതെരഞ്ഞെടുപ്പൊക്കെ അപ്പോൾ വരുമ്പോൾ നോക്കാം. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഏറ്റവും കൂടുതൽ വിമർശനത്തിന് ഉന്നം വയ്ക്കുന്നത് രാഹുൽ ഗാന്ധിയാണ്. ഒരു പക്ഷേ BJPയോ അല്ലെങ്കിൽ മോദിയെയോ അദ്ദേഹം അത്രത്തോളം ഉന്നം വയ്ക്കുന്നില്ല. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ ഒരു നിലപാട് ഇന്ത്യ സഖ്യത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോൾ പോലും? അത് അവരുടെ ഒരു വല്ലാത്ത ഗതികേടാണ്. അവർക്ക് ഇന്ത്യ സഖ്യത്തിൻ്റെ ഒപ്പം നിൽക്കുകയും വേണം, അതേ അവസരം കേരളത്തിൽ നഖശികാന്തം കോൺഗ്രസിനെ എതിർക്കുകയും വേണം. ആ ഒരു ഗതികേടിൽ അവർ ചെന്നുപെട്ടു. പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ. BJPയെ വിമർശിക്കുന്നതിനേക്കാൾ കൂടുതൽ രാഹുൽ ഗാന്ധിയെയും കോൺഗ്രസിനെയും വിമർശിക്കാൻ തുടങ്ങി. അത് പൊതുസമൂഹത്തിൻ്റെ ഇടയിൽ വലിയ വിമർശനം ഉണ്ടാക്കിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഈ ചോദ്യം വരുന്നത്. അവർ ചെയ്യേണ്ടിയിരുന്നത് ആദ്യം BJPയെ വിമർശിക്കേണ്ടിയിരുന്നു, പിന്നെ കോൺഗ്രസിനെ വിമർശിക്കാം, അതിൽ വിരോധമില്ല. BJPയെ വിമർശിക്കാൻ അവർ മറന്നുപോയി. അതാണ് ഇവിടെ സംഭവിച്ചത്. അതാണ് ഇത്ര രൂക്ഷമായ വിമർശനം CPM-ൻ്റെ ഈ രീതിയെക്കുറിച്ച് വന്നതിന് കാരണം. EP ജയരാജൻ BJPയുമായി ചർച്ച നടത്തിയെന്നുള്ള ഒരു ആരോപണം ആ തെരഞ്ഞെടുപ്പ് സമയത്തൊക്കെ സജീവമായി നിലനിന്നിരുന്നു. എങ്ങനെയാണ് ആ ഒരു വിഷയത്തെ കാണുന്നത്? അല്ല, ഇതൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത് ഉയർന്നു വന്ന ചില ആരോപണങ്ങളാണ്. അതിലൊന്നും തീർത്തും കഴമ്പില്ല എന്ന് പറയാൻ പറ്റാത്ത വിധത്തിലാണ് ആ ചർച്ചകളൊക്കെ അവസാനിക്കുകയും ചെയ്തത് തെരഞ്ഞെടുപ്പ് കാലത്ത്. അപ്പോൾ പൊതുവേ ജനങ്ങളിടയിൽ തീയില്ലാതെ പുക ഉണ്ടാവില്ല എന്ന ഒരു കൺക്ലൂഷൻ അതാണ് അതിനെ തുടർന്ന് വന്നിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തെരഞ്ഞെടുപ്പിൽ CPM-ന് അതിൻ്റേതായ, ഇടതുപക്ഷത്തിന് അതിൻ്റേതായ തിരിച്ചടി ഈ കാരണങ്ങളാലൊക്കെ ഉണ്ടാവും തീർച്ചയായും. അപ്പം തന്നെ വടകരയിലാണ് ഏറ്റവും ശക്തമായ ഒരു പോരാട്ടം കേരളത്തെ സംബന്ധിച്ച് നടന്നത്. അവിടെ പക്ഷേ ഏറ്റവും ഇതേവരെ കേരള ചരിത്രത്തിൽ കാണാത്ത രീതിയിലുള്ള വർഗീയ പ്രചരണങ്ങളാണ് കൂടുതലായിട്ടും നടന്നിരിക്കുന്നത്. അങ്ങനെയൊരു സാധ്യതയൊക്കെ ഒരു പക്ഷേ കേരളത്തിൽ അങ്ങനെയൊക്കെ സംഭവിക്കുമോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകും. അതിപ്പോൾ നേരത്തെ ഈ ഓൾ ഇന്ത്യ തലത്തിൽ BJP ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യം പരാജയ ഭീതിയിൽ നിന്ന് ആണല്ലോ ഈ വർഗീയത പറയാൻ തുടങ്ങിയത്. അതുപോലെ ഒരു സ്ഥിതിയാണ് വടകരയിലും വന്നത്. വടകരയിൽ അവർക്ക് ഓർക്കാപ്പുറത്ത് വലിയൊരു പരാജയത്തെ നേരിടേണ്ടി വരികയാണ് ചെയ്തത്. പരാജയം സംഭവിക്കും എന്നുള്ള തോന്നൽ അവർക്കുണ്ടായപ്പോൾ അവിടെയും വർഗീയ പ്രചരണം പുറത്തെടുത്തു. പലതരം വർഗീയ പ്രചരണങ്ങളാണ്. ഏറ്റവും അവസാനമായി സ്ഥാനാർത്ഥിയെ വർഗീയത പറഞ്ഞ് UDF സ്ഥാനാർത്ഥി അല്ലെങ്കിൽ UDF സ്ഥാനാർത്ഥിൻ്റെ ആളുകൾ അപഹസിച്ചു എന്നുള്ള നിലക്കുള്ള ഒരു പ്രചരണം നടത്തി. അത് കളവായിരുന്നു എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് തെളിഞ്ഞു കഴിഞ്ഞു. അങ്ങനെ ഇപ്പോൾ ഒരു ലീഗ് പ്രവർത്തകൻ ഒരു വീഡിയോ ഉണ്ടാക്കി പ്രചരിപ്പിച്ചു എന്ന് പറഞ്ഞു. അങ്ങനെയൊന്നുമില്ല. ഞങ്ങൾ ചാലഞ്ച് ചെയ്തു, ഞങ്ങൾ ഈവൻ നിയമ നടപടി സ്വീകരിച്ചു. ഇപ്പോൾ അവർക്ക് അതിന് റിപ്ലൈ ഇല്ല, മറുപടിയില്ല. അപ്പോൾ തോൽവി അഭിമുഖീകരിച്ചപ്പോൾ അതിനെക്കുറിച്ച് ഒരു ഭീതി വന്നപ്പോൾ ആരോ അവരുടെ ഭാഗത്തുനിന്ന് തന്നെ ഉണ്ടാക്കിയ ഒരു സത്യമില്ലാത്ത ഒരു പ്രചരണമായിരുന്നു അത് എന്നുള്ളത് ഇപ്പോൾ ഏതാണ്ട് വ്യക്തമായിരിക്കുകയാണ്. അപ്പോൾ ആരാണ് ആ വീഡിയോ ഉണ്ടാക്കിയതെന്ന് വെച്ചാൽ അവരെ പുറത്തു കൊണ്ടുവരണം എന്നാണ് ഞങ്ങൾ പറയുന്നത്. എന്നാലേ ഇത്തരം കാര്യങ്ങൾ ഇനി ഭാവിയിൽ ആവർത്തിക്കാതിരിക്കുകയുള്ളൂ. അതുപോലെ തന്നെ വടകര പോലുള്ള ഒരു സ്ഥലത്ത് ശാശ്വത സമാധാനം ഉണ്ടാവുകയുള്ളൂ. ഇത്തരം ആളുകളെ സമൂഹം പുറത്തു കൊണ്ടുവരണം. അതുകൊണ്ട് ആരാണ് ഈ വർഗീയത പ്രചരിപ്പിച്ചത് എന്നുള്ളത് പുറത്തു കൊണ്ടുവരേണ്ട ചുമതല ഗവൺമെൻറ്റിനാണ്. ഗവൺമെൻറ് അത് ചെയ്യുന്നില്ല, പോലീസും അത് ചെയ്യുന്നില്ല. അതാണ് ഞങ്ങളുടെ വിമർശനം.
തീർച്ചയായിട്ടും ഈ CPM ഉം BJP യും കേരളത്തിൽ ഒരു അന്തർധാരയുണ്ട്, അല്ലെങ്കിൽ ഇലക്ഷൻ അങ്ങനെ ഒരു സമവായം അവരുണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ളത് പൊതുവെ ചർച്ച ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതെങ്ങനെയാണ്? ഇതൊക്കെ കൊണ്ടാണ് ഒന്ന് പിന്നെ LDF നേതാക്കളുടെ ചില പ്രസ്താവനകൾ അതിലേക്കുള്ള ഒരു ചൂണ്ടുപലകയായി ജനങ്ങൾ കണ്ടു. അതേപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഭാഗീയ വർഗീയ പ്രചരണങ്ങൾ അവരെ ഭാഗത്തു നിന്നാണ് എന്ന് സംശയിക്കുന്ന തരത്തിൽ വന്നു. പിന്നെ അന്തർധാര ഉണ്ട് ഇല്ല എന്ന് നമുക്ക് തീർത്തും പറയാൻ പറ്റില്ല. റിസൾട്ട് വരുമ്പോൾ നമുക്കറിയാം, ഉണ്ടെന്ന് സംശയിക്കപ്പെടുന്നു. അതാണ് കാര്യം. കേരളത്തിൽ ഇസ്ലാമോഫോബിയ വ്യാപകമായിട്ട് വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം മമ്മൂട്ടിക്കെതിരെ ഉണ്ടായ സൈബർ ആക്രമണം ഇതിനൊരു ഉദാഹരണമാണ്. എങ്ങനെയാണ് കേരളത്തിൽ ഇങ്ങനെയൊക്കെ? അല്ല, അത് രാജ്യത്ത് ഇപ്പോൾ ഒരു കൂട്ടർ ഈ വർഗീയ പ്രചരണം നടത്തുമ്പോൾ അതിൻ്റെ ഒരു സ്വാധീനം സമൂഹത്തിൽ മൊത്തത്തിൽ വരും. അതിൽ നിന്ന് വരുന്നതാണ് ഇതൊക്കെ. അതാണ് നമ്മുടെ രാജ്യത്ത് ഇപ്പോൾ നെഹ്റുവിൻ്റെ യുഗം കഴിഞ്ഞു, അതുപോലെ കോൺഗ്രസിൻ്റെ പല ഘട്ടങ്ങൾ കഴിഞ്ഞു. രാജ്യം ഈ കാലം വരെ കണ്ടിട്ടില്ലാത്ത വിധത്തിൽ ഒരു വർഗീയ പ്രചരണത്തിന് മടിയില്ലാത്ത ഒരു സ്ഥിതി ഇപ്പോൾ വന്നിരിക്കുകയാണ്. അപ്പോൾ ലോകത്ത് ഉള്ള ഒരു ഇസ്ലാമോഫോബിയ പതുക്കെ ഇങ്ങോട്ടും കൊണ്ടുവന്ന് സാമുദായികമായ ഒരു ഡിവൈഡ് ഉണ്ടാക്കാൻ കരുതിക്കുട്ടി ശ്രമിക്കുകയാണ്. അത് കേരളത്തിലേറ്റവും കുറച്ചേ അതുള്ളൂ. കേരളത്തിലത് വിലപ്പോവില്ല യാതൊരു കാരണവശാലും. പഴയതിനേക്കാൾ ഒരുപാട് കൂടിയിട്ടുണ്ട്. ഇപ്പോഴും പഴയതിനേക്കാൾ കൂടിയതല്ല, കൂട്ടുകയാണ്. ഒരു കൂട്ടർ കരുതിക്കൂട്ടി അത് ഉണ്ടാക്കുകയാണ്. അതിൻ്റെ ഒരു ഇൻഫ്ലുവൻസ് കുറച്ച് സമൂഹത്തിൽ വരും. നിരപരാധികളായ ആളുകൾ, പിന്നെ ഒരു ശുദ്ധന്മാരായ ആളുകളൊക്കെ ഇതിൽ വീണുപോകും. അങ്ങനെയാണല്ലോ സമൂഹത്തിൽ ഒരു നറേഷൻ വരുമ്പോൾ അതിൻ്റെ കൂടെ പോകും പലരും. അപ്പോൾ അത് വലിയൊരു ദുരന്തമാണ്, നമ്മൾ ഫേസ് ചെയ്യുന്ന ഒരു പ്രോബ്ലമാണ്. ലോകം അത് കാണുന്നുണ്ട്. ഇന്ത്യ അങ്ങനെ ആയിരുന്നില്ല. ഇന്ത്യയിൽ ഇത്രയധികം ഒരു വർഗീയ പ്രചരണങ്ങൾ ഉണ്ടായിരുന്നില്ല. പക്ഷെ അതിൻ്റെ ഒരു മൂർധന്യാവസ്ഥയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി നമുക്ക് കൂട്ടായി ശ്രമിക്കാം. പക്ഷെ കേരളത്തിൽ അതിൻ്റെ ഏറ്റവും കുറഞ്ഞ സ്വാധീനം ഉണ്ടാവുള്ളൂ, അത് തീർച്ചയാണ്. ഈ പലസ്തീൻ വിഷയത്തിൽ സാറിന് ഇപ്പം നിലവിലുള്ള ഒരു സാഹചര്യത്തിൽ? അല്ല, പലസ്തീൻ വിഷയം കൂടുതൽ ഒരു മാനുഷിക പ്രശ്നം എന്നുള്ള നിലക്ക് ലോകത്ത് വരികയാണ്. ഇത്രയും വലിയ കൂട്ടക്കുരുതി, ഒരു വംശനാശം കരുതിക്കുട്ടി ഉണ്ടാക്കുക. നമ്മളിപ്പോൾ ലോകമഹായുദ്ധങ്ങൾ കണ്ടിട്ടുണ്ട്. ആ സമയത്തൊക്കെ ഉള്ള പല കൂട്ടക്കുരുതികളും നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിറ്റ്ലറൊക്കെ ജർമ്മനിയിൽ നടത്തിയതുപോലെയൊക്കെയുള്ള. പക്ഷേ ഇപ്പോൾ ആധുനിക ലോകം ഈ നൂറ്റാണ്ട് വേറൊരു വലിയ മനുഷ്യാവകാശ പ്രശ്നം കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഒരു നാണം കെട്ട ലോകത്തിന് തന്നെ, സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് തന്നെ ഇപ്പോൾ നമ്മൾ അഭിമാനിക്കുന്നത് അങ്ങനെയാണല്ലോ. നമ്മൾ ഈ ഒന്നാം ലോകമായത് രണ്ടാം ലോകം കഴിഞ്ഞ് ഇനി വേറൊരു ലോകത്താണ് നമ്മൾ ഉള്ളതെന്നാണ് ലോകം കരുതുന്നത്. പക്ഷെ അങ്ങനെയല്ല. ഏതറ്റം വരെ പോകാൻ പറ്റിയ ക്രൂരന്മാരിപ്പോഴും ഉണ്ട് എന്ന് തെളിയിക്കുന്നതാണ് നെതന്യാഹുവിൻ്റെയും അതുപോലെ തന്നെ ഇസ്രായേലിൻ്റെയൊക്കെ നടപടികൾ. അതിനെതിരായി കൂടുതൽ ലോകരാജ്യങ്ങൾ മുന്നോട്ട് വരുന്നുണ്ട്. മനസ്സാക്ഷി കൂടുതൽ ഉണരുന്നുണ്ട്. അത് ശുഭലക്ഷണമാണ്. ഇപ്പോൾ ഒരുപാട് നിഷ്പക്ഷ രാജ്യങ്ങളൊക്കെ ഇസ്രായേലിനെതിരായിട്ട് വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. സമകാലിക രാഷ്ട്രീയ വിഷയങ്ങളും മറ്റും ഗൾഫ് ചന്ദ്രികയുമായി പങ്കുവച്ചതിന് വളരെയധികം നന്ദി.